ഇല്ല, എനിക്കൊന്നും പറയാനില്ല. അത് ഇനിയിപ്പോൾ വേറൊരു ഇഷ്യൂ കിട്ടുന്നവരെ ഇത് ഓടിക്കൊണ്ടിരിക്കും. അത്രേ തന്നെ കരുതുന്നുള്ളൂ. അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടും പലപ്പോഴും തോന്നിയിട്ട് എനിക്കുണ്ട്. അതിലൊന്നും കാര്യമാത്ര പ്രസക്തമായിട്ടൊന്നും ഉള്ളതായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞാനൊരു 10-20 വർഷത്തോളം ഈ സിനിമ ഫീൽഡിൽ, പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ പറയുന്നതൊക്കെ ഞാൻ അന്തം വിട്ട് കേട്ടു നിൽക്കുകയാണ്. അത് കെട്ടുകഥകളാണോ, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് എനിക്ക് അനുഭവത്തിലില്ല. അപ്പോൾ ആ അനുഭവത്തിലില്ലാത്തവരെ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ്? എന്നെ കുറിച്ചിട്ട് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു എതിരഭിപ്രായം പറയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നു. അത് ഒരു പരിധിവരെ ഞാൻ വിജയിച്ചിട്ടുണ്ടായില്ല. കാരണം സിനിമയിൽ നമ്മൾ തൊഴിലായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ തൊഴിലിടത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ തന്നെ നമ്മളൊരു തൊഴിൽ തന്നെയല്ലേ വരുന്നത്. സിനിമ എൻ്റെ തൊഴിലാണെങ്കിൽ ആ തൊഴിലിനാണ് വരുന്നത്, പ്രതിഫലം വാങ്ങിയിട്ടുള്ള തൊഴിലിനാണ്. അവിടെ വേറെ ദുരുദ്ദേശത്തോടു കൂടി ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ തൊഴിലല്ലാതെ ആവും. തൊഴിലിനെ ബാധിക്കുകയും ചെയ്യും. തൊഴിലിനെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. തൊഴിലിനോടൊരു ആത്മാർത്ഥതയുള്ളവർക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നടനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് എനിക്ക്. അഭിനയിക്കാൻ കഴിയും. ഇപ്പം എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി തന്നെ അറബിക്കഥ എന്ന് പറഞ്ഞൊരു പടത്തിലേക്കാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ സംവിധായകൻ എന്നെ നിർബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും, എനിക്കേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കഴിവിനെ ഒരു അളക്കാൻ ഒരു അളവ് പോലെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ കഴിവിനെ അളക്കാൻ ഒരു അളവ് പോലെ ഉണ്ടാവില്ല. അപ്പോൾ ആ കഴിവ്, ഈ അഭിനയിക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളതല്ല. അത് നമ്മൾ എൻ്റെ ജീവിതോപാധിയായിട്ട് മാറ്റി എന്നുള്ളൊരു കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. നാടകം അല്ല, കല പണ്ടായിരുന്നു എന്താ പറയാ, ഒരു കലയ്ക്ക് വേണ്ടി ജീവിക്കുക, കലയ്ക്ക് വേണ്ടി മരിക്കുക എന്നൊക്കെ. ഇപ്പം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് മാത്രം, അതിനോടൊപ്പം ജീവിക്കാനുള്ളൊരു മാർഗം കൂടെയാണ്. അല്ല, അത് ഡെഫിനറ്റ്ലി. അല്ലാതെ ഞാൻ കഥ പോഷിപ്പിക്കാം അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തം മാറ്റിക്കളയാം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല. എനിക്ക് ജീവിതമാർഗമാണത് അഭിനയം എന്ന് പറയുന്നത്. അവിടെ ഞാൻ എത്രമാത്രം സത്യസന്ധനാവുന്നു, എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളിടത്താണ് ഒരു നടൻ്റെ നിലനിൽപ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറെ ഒരു ഗിമിക്സിൻ്റെ ആവശ്യം എനിക്കില്ല. വിളിക്കണമല്ലോ. എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അതിപ്പം മെയിനായിട്ടുള്ള നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ അവസരങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണെന്നുള്ളതാണ്. അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു താല്പര്യമില്ല. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു 18 വയസ്സുള്ള സ്ത്രീയാണെന്ന് വിചാരിക്കും. ഞാൻ അഭിനയിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ അഭിനയിക്കാൻ വരുന്നു. അവിടെ എൻ്റെ അഭിനയമാണ് അവർക്ക് വേണ്ടത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കത് പറ്റില്ല, ഞാൻ പോകുന്നു എന്ന് പറയാനുള്ള ഗട്ട്സ് ഉണ്ടാവണം. ഇനിയിപ്പോൾ അതിക്രമിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെപ്പക്കുറ്റി ഒരെണ്ണം കൊടുത്തിട്ട് മാറിപ്പോടാ എന്ന് പറയാനുള്ള ഗട്ട്സ് എന്ന് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നോ അന്ന് ഈ വിമർശനങ്ങൾ. ഇത് തന്നെയാണ് നമ്മൾ ഷൈൻ ടോമും പ്രതികരിച്ച്. എനിക്കറിയില്ല. ഷൈൻ ടോം പറഞ്ഞ, അതായത് ഒരെണ്ണം കൈനീട്ടി ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടുത്തെ. വേറൊരു പ്രശ്നമില്ലേ? ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ ഈ സിനിമാ ഫീൽഡ് എന്തെടുക്കുന്ന ഏതൊരു രംഗത്തും ഒരു സ്ത്രീയോട് സ്ത്രീ വിചാരിക്കണം, എൻ്റെ സ്ത്രീത്വം എൻ്റേതാണ്, അതിനെ സംരക്ഷിക്കാൻ സ്ത്രീ തന്നെ വേണം എന്ന് സ്ത്രീ വിചാരിക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങളില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാം സമ്മതിച്ച് കൊടുക്കുക. ഒരു കാലത്ത് പിന്നെ അവരോട് ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറയുക. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവിച്ചെങ്കിൽ അതിന് ഞാൻ ആളല്ല. അല്ലേ, ഇത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പറയാനൊക്കെ പറ്റും. എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എൻ്റെ അയൽ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, ഞാനും എൻ്റെ അയൽ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പരത്തേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഞാനൊരു അതൊരു കഥയാക്കിയിട്ട് വേണമെങ്കിൽ നാടകം കളിക്കാം, അല്ലാതെ അല്ലേ? അങ്ങനെയല്ലേ? വേണമെങ്കിൽ ഒരു സിനിമ, ഷോർട്ട് ഫിലിം. കലാകാരന്മാരുടെ പ്രതികരണം അങ്ങനെയാണ് അല്ലേ പൊതുവേ? അല്ല, കലാകാരൻ പ്രതികരിക്കാന്നുള്ള കലാകാരൻ്റെ അവസ്ഥ അതല്ലേ. ഒരു കലാകാരനെ ശരിക്കും അടുത്തറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു, ചോദിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു യഥാർത്ഥ കലാകാരനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകാരനും പുരുഷനും സ്ത്രീയാണ്. അവരുടെ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ അവരെ അറിയാതെ തന്നെ അവരുടെ ജനിതകമായിട്ട് വന്നു ചേരുന്നതാണ് ഈ സെക്സ് ചെയ്യാനുള്ള മൂഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന ഇടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ സെക്സ് ചെയ്യാൻ ആരെ തിരഞ്ഞെടുക്കണം?
അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി എൻ്റെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഞാനൊരു വിവാഹം കഴിക്കുന്നു, നമ്മുടെ ആചാരപ്രകാരം ഒരു വിവാഹം കഴിക്കുന്നു, അതിലെനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഞാൻ അവിടെ തൃപ്തിപ്പെടേണ്ടതാണ് അതെ അതെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ വിശ്വസിച്ചോളും അല്ലേ? ഓക്കെ അവിടെ ഇരുന്നാണ് ഈ പ്രശ്നങ്ങൾ. ഓക്കെ ഓക്കെ താങ്ക് യു